ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തിരി വിഷമം പിടിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്ന് ഒത്തിരി കുട്ടികൾ എന്നെ വിളിച്ചു പോയി പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഒത്തിരി ശരിയാണ്, നമുക്ക് എന്താണ് ചെയ്യാൻ എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കുട്ടികൾ പറഞ്ഞ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും കൂടി നമുക്ക് മാർക്ക് കിട്ടേണ്ടത് 60-ൽ 36 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ ഉള്ളത്. ഒത്തിരി കുട്ടികൾക്ക് 60-ൽ 35 വന്ന് നിൽക്കുക, ഫെയിലായി എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിനാണ് ഒരു വർഷം നമ്മൾ നഷ്ടപ്പെടാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് നഷ്ടപ്പെടുന്നത് ഒരു മാർക്കിന് ഒരു വർഷം. എന്തൊരു വിഷമം പിടിച്ച ഒരു സംഭവമാണ് അല്ലേ? നമുക്കൊരു 10 മാർക്കിന് തോറ്റാലും നമ്മൾ പറഞ്ഞില്ല പോട്ടെ അത്രേ. ഇതിപ്പോ ഒരു മാർക്ക് എന്ന് പറയുന്നതിനുള്ള ഒരു വ്യത്യാസം. 36 ജയിക്കും, 35 ഉള്ളൂ. ആ ഒരൊറ്റ മാർക്കിന്റെ വില എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഈ കുട്ടികളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഞാനിപ്പോ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കാരണം, ഇനിയും നിങ്ങൾ പഠിക്കുന്നവരും അതേപോലെ ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്നവരും പ്ലസ് വൺ ഒക്കെ പഠിക്കുന്നവരും ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിലയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. പല കുട്ടികളുടെയും മാർക്ക് ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇനി 34 ഉണ്ട് കേട്ടോ, 34, അതും 2 മാർക്ക് അല്ലേ, 2 മാർക്ക്. അതൊക്കെ വളരെ വിഷമം പിടിച്ച ഒരു സംഭവം തന്നെയാണ്. ഒറ്റ സബ്ജക്റ്റ് ആയിരിക്കും ഉള്ളത്. ഈ ഒറ്റ സബ്ജക്റ്റില് ഒറ്റ മാർക്കിനാണ് അവൻ ഫെയിൽ ആവുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള 5 സബ്ജക്റ്റ് ജയിച്ചിട്ട് ഒരു സബ്ജക്റ്റിന് 60-ൽ 35 ആവുക എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ വില എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഇപ്പൊ അവര് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സംഭവം. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. അപ്പൊ പല കുട്ടികളും ഇപ്പൊ ഇതിന്റെ പേരൻസ് വിളിച്ച് പറയുന്നത്, ആരുടെയും മിണ്ടുന്നില്ല, അതൊന്നും കഴിക്കുന്നില്ല. അവർക്ക് തിരിച്ച് അവരെ വഴക്ക് പറയാൻ പേരൻസിനെ കുട്ടികളെ പോലും അങ്ങോട്ട് പറ്റുന്നില്ല. അതേപോലുള്ള അവസ്ഥയിലാണ് അവര്. ഞാൻ പറഞ്ഞത്, അവസ്ഥയൊക്കെ എന്തായാലും അതൊന്ന് റിക്കവറായി നമ്മുടെ അടുത്ത ആക്ഷനിലോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്ത വർഷമേ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു മാർക്കിനൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കാം. പക്ഷെ അതിന്റെ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ കോപ്പി എടുത്താലും നമുക്ക് കിട്ടാം. പിന്നെ ഒരു മാർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ചാൻസ് അവിടെയും വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു വിലപ്പെട്ട ഒരു സംഭവമാണ്. എല്ലാവരും തിരിച്ചറിയുക. ഒത്തിരി കുട്ടികൾക്കാണ് നമുക്ക് ജയിക്കേണ്ടത്. ഒരു വർഷം ഒന്ന് കളയാതിരിക്കാൻ ഒരു മാർക്കിന്റെ ആ വ്യത്യാസം. പിന്നെയെങ്കിലും നിങ്ങൾ ഓരോ മാർക്കുകളും വളരെ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കോഴ്സുകൾക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് ഓർമ്മിക്കേണ്ടി ഒത്തിരി കുട്ടികളാണ്. കാരണം 60-ൽ 35, 60-ൽ 34, പിന്നെ 33 ഒക്കെ പോട്ടെ, 3 മാർക്ക് 4 മാർക്കൊക്കെ പറയുമ്പോൾ അത്രയും വിഷമമില്ല. പക്ഷെ ഒറ്റ മാർക്ക് എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു വിഷമം തന്നെയാണ്. അതാണ് ഞാനൊന്ന് ഓർമ്മിക്കേണ്ടി മാത്രമെന്നാണ്. ഇനി നിങ്ങൾക്ക് എഴുതാൻ ഈ വർഷം പ്ലസ് ടു പറ്റില്ല. പല കുട്ടികളും ഈ വർഷം തന്നെ പ്ലസ് ടു എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഈ വർഷം നമുക്ക് പ്ലസ് ടു എഴുതാൻ പറ്റില്ല. ഈ വർഷം ഇനി നമുക്ക് ചാൻസ് ഉള്ളത് തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ ക്ലാസ്സുകളും ചാനലുകളൊക്കെ നമ്മുടെ ഈ ചാനലൊക്കെ എല്ലാവരും മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും, അതേപോലെ എപ്പോഴാണ് ഇനി നിങ്ങൾക്ക് അടുത്ത അപ്ഡേഷൻ, നിങ്ങൾക്ക് എന്താണ് മാറ്റങ്ങൾ, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളോട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ആയി പഠിക്കാം. ഏതെങ്കിലും സബ്ജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൂടെ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഞാൻ ചിലപ്പോൾ കോളുകൾ ചിലപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ എടുത്തില്ല എന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ ജയിപ്പിക്കാനുള്ള രീതിക്കുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഏത് സബ്ജക്റ്റ് ഒരു ഡബിൾ പാസിനുള്ള രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു വിഷമം പിടിച്ച സംഭവം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അപ്പൊ എന്തായാലും എനിവേ നമുക്ക് ഇനി അടുത്ത കാര്യം മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇനി ഇപ്പോഴൊന്നും ചെയ്യാനില്ല എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കി പ്രശ്നം, ആ ബുദ്ധിമുട്ട്, വിഷമത്തിനൊക്കെ നമ്മൾ റിക്കവറായി അടുത്ത കാര്യത്തിലൂടെ തീരുമാനിക്കുക കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക. നമുക്ക് ഒരു വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നമ്മളുടെ ഉദ്ദേശം എന്താണോ അതിലോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്തായാലും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടണ്ട എന്ന് പറയുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.